ഞാൻ ഫാൻ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. നമ്മൾ ഓഫീസ് പണിത സമയത്ത് ഫാൻ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. ഫാൻ ഒന്നും വാങ്ങിക്കാൻ പ്ലാൻ ഇല്ല, നോക്കാനാ പോയെ. പക്ഷെ ആ കടക്കാരന്റെ സമീപനം എന്നെ കൊണ്ട് അവിടെ നിന്ന് പിന്നീട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ചു. അയാൾ എന്താ ചെയ്തെന്നറിയോ? അയാൾ പറയും, സാറ് ഫാൻ വാങ്ങിക്കാതിരിക്കും, അതവിടെ നിൽക്കട്ടെ, സാർ ഇങ്ങോട്ട് വരും. സാറിന്റെ ഓഫീസ് എങ്ങനെയാണ്? സ്ക്വയർ ടൈപ്പ് ആണോ, റെക്ടാംഗിൾ ടൈപ്പ് ആണോ, അതോ ഈ ടൈപ്പ് ആണോ, എങ്ങനെ ഇങ്ങനെ എല്ല് പോലെ ഇരിക്കണതാണോ? ഞാൻ പറഞ്ഞു ഒരു ട്രയാംഗിൾ, ഒരു റെക്ടാംഗിൾ ടൈപ്പാണ് എന്റെ ഓഫീസ്. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഫാൻ ഇടുമ്പോൾ സാർ ശ്രദ്ധിക്കേണ്ടത് ഈ പൊസിഷനിൽ ഫാൻ ഇടാൻ പാടില്ല, ഇവിടെ ഇടാൻ പാടില്ല. ഉള്ളിൽ പേപ്പർ എടുത്തിട്ട് പടം വരച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും കാറ്റ് കിട്ടും. ഇനി സാർ അവിടെ 2 ക്യാബിനാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെയും മറ്റേത് ഇവിടെ ഇടുന്നതായിരിക്കും അഭികാമ്യം. അങ്ങനെ ഫാനിനെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു. പിന്നെ ഫാൻ വാങ്ങിക്കാൻ ഞാൻ ആ കടയിൽ പോകുന്നു. കാര്യം ഫാനിനെ പറ്റി ഇത്ര അറിവുള്ള മനുഷ്യൻ ഫാൻ തരുന്ന കട എന്ന് പറയുമ്പോൾ എനിക്ക് കോൺഫിഡന്റ്. അയാൾ ചിലപ്പോൾ 100 രൂപ കൂടുതൽ വാങ്ങിക്കുമായിരിക്കും മറ്റു കടയിൽ നിന്ന്, പ്രശ്നമല്ല, ശരിയല്ലേ? അപ്പൊ അത് ആ ഒരു ഏരിയ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പോയിന്റ് ഞാൻ പറഞ്ഞു. നിങ്ങളോടാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഒരാൾ പറഞ്ഞു തന്നാൽ നിങ്ങൾ അവിടെ വില ആയിരിക്കത്തില്ല നോക്കുന്നത്, ആ ഇൻഫർമേഷൻ നിങ്ങൾ വാല്യൂ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ക്ലാരിറ്റിയിൽ കോമ്പീറ്റന്റ് ആവാൻ വേണ്ടി പഠിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം.